ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കുമാറാകട്ടെ. നല്ല പകൽക്കാലത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിപ്പാൻ, ഈ ദേശത്തെ കർത്താവിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് നമ്മളെ ഒരുക്കുന്ന ദൈവത്തിൻ്റെ കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. വിശേഷാൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നാട്ടിലായിരിക്കുന്നു, അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ. അവർ കടന്നു പോകുന്ന അവസ്ഥയിൽ ദൈവത്തിൻ്റെ പൂർണ്ണ സമാധാനവും കർത്താവിൻ്റെ സംരക്ഷണവും പ്രിയപ്പെട്ട മേഖല ഉണ്ടാകേണ്ടതിന് വേണ്ടി നമുക്ക് അവരെ കുടുംബത്തെ ഓർത്തുകൊണ്ട് വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നാമെല്ലാവരും ഒരു ദിവസം ഈ വഴിയായിട്ട് കടന്നു പോയേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. മരിക്കാതിരിക്കണമെങ്കിൽ ഒരു കാര്യമേ ഉള്ളായിരുന്നു, നാം ജനിക്കാതിരിക്കണമായിരുന്നു. എനിവേ നമ്മൾ ജനിക്കൂ. ഹല്ലേലൂയ, സ്തോത്രം. ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ളൊരു സമയം എന്തുവാ? ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്ന സമയം ജീവിതം അല്ലേ? ജനിച്ചു, മരിക്കും, അതിനിടയ്ക്കുള്ളൊരു സമയമാണ് ഈ ജീവിതം. ഈ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്തോണം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ നമ്മുടെ നിത്യഭവനത്തിലേക്കൊരു ദിവസം പോകും. ഇത് നിത്യഭവനമല്ല. നമുക്കിവിടെ എത്ര വീടുണ്ടെന്ന് പറഞ്ഞാലും എത്ര വണ്ടിയുണ്ടെന്ന് പറഞ്ഞാലും ഇതെല്ലാം അല്പകാലത്തേക്കാണ്. എന്നാൽ നമ്മുടെ നിത്യജീവനെക്കുറിച്ചുള്ളത് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഓർമ്മ വേണം. ഹല്ലേലൂയ. സഭാപ്രസംഗി 3:15 നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: ദൈവം സകലതും അതതിൻ്റെ സമയത്ത് എങ്ങനെ ചെയ്യുന്നതിരിക്കുന്നത്. ഒന്ന് വായിച്ചേ സഭാപ്രസംഗി, എക്ലേഷ്യാസ് ചാപ്റ്റർ 3:11. എല്ലാവരും ദൈവവചനം എടുത്ത് വായിച്ചോണം കേട്ടോ. റെഫറൻസ് പറയാം, ആ റെഫറൻസ് നിങ്ങൾ വായിച്ചോണം. സഭാപ്രസംഗി 3:11 വായിച്ചേ. അപ്പം ദൈവം സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായിട്ട് ചെയ്തു. നമ്മളൊന്നും ചെയ്താൽ ഭംഗിയാകത്തില്ല. നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ട്, എൻ്റെ വീട്ടിൽ ഞാൻ പല കാര്യങ്ങളും ചെയ്തിട്ടും അതൊന്നും ഭംഗിയൊന്നുമല്ല. പിന്നെ ഭംഗിയാണെന്ന് പറഞ്ഞ് നമുക്കൊരു ആത്മസന്തോഷത്തോടെ അങ്ങ് നടക്കുക. ഹല്ലേലൂയ. എന്നാൽ ദൈവം സകലതും ഭംഗിയായിട്ട് ചെയ്തു, അതതിൻ്റെ സമയത്താണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു എക്സാക്റ്റ് ടൈമുണ്ട് അതിനകത്ത്. ദൈവം സകലതും അതതിൻ്റെ സമയത്ത് ഭംഗിയായിട്ട് ചെയ്തിട്ട് പറയുകയാണ്, നിത്യതയും മനുഷ്യൻ്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. ഇത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം പഠിക്കുകയാണെങ്കിൽ ദൈവം തൻ്റെ ഛായയിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് അവൻ്റെ മൂക്കിൽ ജീവൻ്റെ ശ്വാസം ഊതി. അതിനോടുള്ള ബന്ധത്തിൽ പറയും, അവർ മരിക്കാതിരിക്കേണ്ട നിത്യകാലം മുഴുവൻ ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം ആ മൂക്കിൽ ജീവൻ്റെ ശ്വാസം ഊതിയത്. അവരുടെ നിത്യതയായിരുന്നു അവിടെ ഉറപ്പിച്ചത്. എന്നാൽ എന്തോ സംഭവിച്ചു? പാപം സംബന്ധിച്ചപ്പോൾ നിത്യത നഷ്ടപ്പെട്ടു പോയി, ദൈവതേജസ് അവർ നഷ്ടപ്പെട്ടു പോയി. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനം, ഹല്ലേലൂയ, വചനമായി തന്നെ നമ്മൾ പഠിക്കണം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, സഭയോടുള്ള ദൈവത്തിൻ്റെ ദൂതുകൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് തന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, നമ്മൾ ചെയ്യേണ്ട സമയം നമുക്ക് അതിക്രമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ കർത്താവിൻ്റെ വരവ് വാതുക്കൽ, ഇതാ അവൻ വാതുക്കൽ വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദ ഫൈനൽ ടൈമിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണം? കർത്താവിൻ്റെ വചനം അതുപോലെ അനുസരിപ്പാൻ, വചനമായി പഠിക്കുവാൻ. ഹല്ലേലൂയ. ഏത് സമയത്ത് വിളിച്ചാലും സമയത്തും അസമയത്തും നമ്മൾ എന്ത് പറഞ്ഞേ? നമ്മൾ കണ്ടതും കേട്ടതും പറയാനൊന്നുമല്ല നമ്മളെ വിളിച്ചത്. നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവ് നമ്മളെ വിളിച്ച് എന്തിനാണെന്ന് അറിയോ? സത്യവചനം യഥാർത്ഥമായിട്ട് പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽക്കാൻ ശ്രമിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് എന്നോട് സംസാരിച്ചു. ഹല്ലേലൂയ. 1 തിമോത്തിയോസ് 4:15 വായിച്ച. 1 തിമോത്തി ചാപ്റ്റർ 4:15. 1 തിമോത്തിയോസ് 4:15. ബൈബിൾ കൊണ്ടുവന്നവരെല്ലാം ഓപ്പൺ യുവർ ബൈബിൾ. മടക്കി ആരും വെക്കല്ലേ. 1 തിമോത്തിയോസ് 4:15 വായിച്ചേ. ചെയ്യുക. ആരും നിൻ്റെ യൗവനം തുച്ഛീകരിക്കരുത്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ഇപ്പോൾ യൗവനക്കാരാ. എനിക്കിപ്പോൾ 50 വയസ്സ് കഴിഞ്ഞു. എന്നാലും യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ. കർത്താവ് തന്ന ആയുസ്സ് കർത്താവിന് വേണ്ടി നിൽക്കും, കർത്താവിൻ്റെ വേല ചെയ്യും. ആരും നിൻ്റെ യൗവനം ചെയ്യലേ, തുച്ഛീകരിക്കരുത്. പിന്നെ എല്ലാത്തിനും നമ്മൾ മാതൃകയായിരിക്കണം. ഇത് പാസ്റ്റേഴ്സിന് മാത്രമുള്ള കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. എല്ലാത്തിനും നമ്മൾ മാതൃകയായിരിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, സത്യവചനത്തെ എന്ത് ചെയ്യണം? യഥാർത്ഥമായിട്ട് പ്രസംഗിക്കണം. ഏത് സമയത്ത് നമ്മളെ വിളിച്ചാലും വചനം പ്രസംഗിക്കണം. ആരാ വചനം? ആരാ മക്കളെ? ഹൂ ഇസ് ദ വേർഡ് ഓഫ് ഗോഡ്? കർത്താവാണ് വചനം. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 1:1 പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ഏത് സമയത്തും നമ്മളെ വിളിച്ചാൽ നമ്മൾ യേശുവിനെ പറയുവാൻ നമ്മൾ പ്രാപ്തരായിരിക്കണം.
ഹല്ലേലൂയ, സ്തോത്രം. ഞാനെപ്പോഴും പറയും, സഭ എന്ന് പറയുന്നത് എന്തോ അല്ല, ഷോറൂമല്ല, നമ്മളാരും ഒരു പ്രദർശന വസ്തുവല്ല ഇവിടെ. ഹല്ലേലൂയ, ദിസ് ഈസ് ദ മെയിൻ്റെനൻസ് വർക്ക് ചെയ്യുന്ന സ്ഥലം. ഇതൊരു നമ്മളെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മളെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തുന്നതാണ് ദൈവത്തിൻ്റെ സഭയെന്ന് പറയുന്നത്. അതിനകത്ത് ഇപ്പോൾ എന്തൊക്കെ ഉണ്ടെന്നറിയോ? ഉപദേശമുണ്ട്, ശാസനമുണ്ട്, ഗുണീകരണമുണ്ട്, എല്ലാം ഇതിനകത്ത് വരും. അങ്ങനെ വന്നെങ്കിലേ നമ്മൾ തികഞ്ഞ മനുഷ്യനായി തീരാനായിട്ട് പറ്റത്തുള്ളൂ. നമുക്കറിയാം, പൗലോസ് തിമോത്തിയോസിനെ വിളിക്കുമ്പോൾ പൗലോസിൻ്റെ കൈവപ്പിനാലാണ് ആര് ശുശ്രൂഷകനായി തീർന്നേ? ഒന്ന് വായിച്ചേ, സെക്കൻഡ് ബൈബിളെല്ലാം ഞാൻ റെഫറൻസ് ഇവിടെ നിന്ന് പറയും. ബൈബിൾ കൊണ്ടുവന്നവരും പേപ്പർ കൊണ്ടുവന്നവരും റെഫറൻസ് എഴുതിക്കണം. ദൈവം ആ ശുശ്രൂഷ എനിക്ക് തന്നിരിക്കുന്നു, എനിക്ക് അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. സെക്കൻഡ് തിമോത്തിയോസ് ചാപ്റ്റർ 1 വേഴ്സ് 6 ഒന്ന് വായിച്ചേ. സെക്കൻഡ് തിമോത്തി ചാപ്റ്റർ 1 വേഴ്സ് 6. അപ്പോൾ പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്, എൻ്റെ കൈവപ്പിനാൽ നിന്നിൽ കിട്ടിയിരിക്കുന്ന കൃപാവരത്തെ ജ്വലിപ്പിക്കണം. നമ്മുടെ കയ്യിൽ ഒരു സാധനം തന്നാൽ നമ്മൾ ജ്വലിപ്പിച്ചെടുത്തോണം. നമ്മുടെ ആത്മീക വിഷയമായിരിക്കണം നമ്മൾക്ക് മുൻപിൽ നിൽക്കണം. ബാക്കിയൊക്കെ സെക്കൻഡറി തിങ്സാണ് കേട്ടോ മോനെ. ഓക്കെ, അപ്പം നമുക്ക് ദൈവം തന്ന കൃപാവരങ്ങളുണ്ടെങ്കിൽ നമ്മളത് ഒതുക്കി വെക്കല്ലേ. നമ്മൾ അനുദിന ജീവിതത്തിൽ ഈ കൃപാവരത്തെ നമ്മൾ ജ്വലിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ ഇതാണെങ്കിൽ പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ മോശയുടെ കൈവപ്പിനാൽ അനുഗ്രഹം പ്രാപിച്ച മനുഷ്യനായിരുന്നു യോശുവ. എന്നിട്ട് ദൈവം പറയുന്നൊരു കാര്യം വേണം, ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോടിരിക്കും. പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞതുപോലെ തന്നെ പഴയ നിയമത്തിൽ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5 വായിച്ച്. ജോഷുവ ചാപ്റ്റർ 1 വേഴ്സ് 5. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. 1:5 പെട്ടെന്ന് വായിച്ചു. നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളോട് കൂടെ ഇരിക്കണോ? ഹല്ലേലൂയ. അതിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുന്ന, നീ ദൈവത്തിൻ്റെ മോശ മുഖാന്തരം നിനക്ക് കിട്ടിയ ന്യായപ്രമാണത്തെ നീ രാവും പകലും ധ്യാനിക്കണം. നീ ഇത് വിട്ട് ഇടത്തോട്ടോ സൗണ്ട് കൂടുതലുണ്ടോ? ഒന്നുമില്ലല്ലോ. സൗണ്ട് കൂടുതലുണ്ടോ? ഇല്ല. കൂടുതലാണോ? ഇല്ല. ഓക്കെ, അപ്പം മോശ മുഖാന്തരം കിട്ടിയ ന്യായപ്രമാണത്തെ നീ രാവും പകലും ധ്യാനിക്കണം. ഇത് വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ പോയാൽ, ഹല്ലേലൂയ, കുഴപ്പമൊന്നുമില്ല, നിൻ്റെ നിത്യത നഷ്ടപ്പെട്ടു പോകും. ദൈവം തന്ന പ്രമാണം, ഹല്ലേലൂയ. നാം ആവർത്തന പുസ്തകം 3-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് മോശ പ്രാപിച്ചുവെന്ന് വായിച്ചേ. ആവർത്തനം ഡ്യൂട്ടോണമി ചാപ്റ്റർ 33 1 ഓൺവേർഡ്സ് പെട്ടെന്ന് വായിച്ചേ. ആവർത്തനം 33 1 2. ഡ്യൂട്ടോണമി 33 വേഴ്സ് 1 and 2. ദൈവമക്കൾ, നിങ്ങൾ വേദപുസ്തകം നിങ്ങൾ അതുപോലെ പഠിക്കണം. ഹല്ലേലൂയ. മോശ മരിക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ് അവരെ അനുഗ്രഹിച്ച് പറഞ്ഞ കാര്യം വായിച്ചു. ലിസൺ വെരി കെയർഫുള്ളി. ഓക്കെ, വായിച്ചു. ഉദിച്ചു, വിളങ്ങി, ലക്ഷോപലക്ഷം വിശുദ്ധന്മാരുടെ അടുക്കൽ നിന്ന് ഇറങ്ങി വന്നു. എന്നിട്ട് വായിച്ചേ. അഗ്നിമയമായ ഒരു പ്രമാണം ഉണ്ടായിരുന്നു. എങ്ങനെയാ അത് പ്രാപിച്ചത്? താട്ട് വായിച്ചേ. അവൻ്റെ സകല വിശുദ്ധന്മാരും തൃക്കൈയിലിരിക്കുന്നു. അവർ തൃക്കാക്കലിരുന്ന് എന്ത് ചെയ്തു? അവൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ്റെ സന്നിധിയിലിരിക്കണം. നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്നാൽ, പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരുന്നാൽ, ദൈവത്തിൻ്റെ വചനം വായിച്ചാൽ അവൻ്റെ സന്നിധിയിലിരിക്കണം, മുട്ടുമേലിരിക്കണം. കർത്താവിൻ്റെ സന്നിധിയിലിരുന്നാൽ ദൈവം ആത്മാവിനാലും പരിശുദ്ധാത്മാവിനാലും വചനത്താലും ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം നിറയ്ക്കും. ഹല്ലേലൂയ. ഒറ്റ ലക്ഷ്യമേ നമുക്ക് ഉണ്ടായിരിക്കാവുള്ളൂ, എൻ്റെ ദൈവത്തെ എനിക്ക് എങ്ങനെ പ്രസാദിപ്പിക്കുവാനായിട്ട് പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ പ്രിയരെ, ഹല്ലേലൂയ, അവൻ്റെ കാൽ കീഴിലിരുന്ന് മറിയ നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെ ഇന്ന് പകൽക്കാലം സഭയോടുള്ള ദൂതാണ്. നാം പ്രാർത്ഥിച്ചു ദൈവവചനം വായിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്നാൽ മനുഷ്യൻ്റെ മുന്നിലൊന്നും ഇരിക്കാൻ ദൈവം നമ്മളെ സമ്മതിക്കത്തില്ല. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മുമ്പിലാണ് മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് സഭയോടുള്ള ദൂത് പറയുന്നു, ദൈവം നിന്നെ കൈവച്ച് അനുഗ്രഹിച്ച് ശുശ്രൂഷയ്ക്ക് പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. നീ അറിയാത്ത വാക്ക് നിൻ്റെ നാവിന്മേൽ ദൈവം തരും.
പൊട്ടച്ചെല്ല, കളിചാക്ക, വിലിജ ഇതെല്ലാം ദൈവം മാറ്റിയിട്ട് നിൻ്റെ നാവിനെ ശുദ്ധീകരിച്ച് വെളിയിൽ കൊണ്ടുവന്നു. പ്രവാചക ശുശ്രൂഷയാണോ നിനക്കുള്ള ദൈവം അതിനെ വെളിയിൽ കൊണ്ടുവരും. ഉപദേശിക്കാനാണോ ദൈവം നിന്നെ വിളിച്ചിരിക്കുക, ദൈവം നിന്നെ ഉപദേശിക്കുവാൻ കൃപ തന്ന് നിന്നെ പരിപാലിക്കും. ഒറ്റ കാര്യം ചെയ്താൽ മതി, ദൈവത്തിൻ്റെ പാദപീഠത്തെങ്കിൽ ഇരിക്കണം. ഹല്ലേലൂയ. തലമുറകൾക്ക് വേണ്ടി കരയണം. ഇവരെ എനിക്ക് ദൈവം തന്ന ദർശനം സഭയിലുള്ളവരെ എല്ലാം തിമോത്തിയോസുമാരാക്കണമെന്ന്. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച ദൈവദാസൻ വന്നപ്പോൾ ആ വചനത്തെ എന്നോട് ഉറപ്പിച്ചു ഒന്നുകൂടെ. ഹല്ലേലൂയ. 10 ഉണ്ടോ കൃപയിൽ നിൽക്കണം. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ ഒരു മോഹത്തിനും പോകരുത്. പോയാൽ കുഴപ്പമൊന്നുമില്ല, നിത്യത നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ. പെന്തിക്കോസ്തി വന്നിട്ട് കൈയടിച്ചിട്ട് അപ്പം നിന്നിട്ട് ഒരു കാര്യമില്ല, നിത്യത നഷ്ടപ്പെട്ടു പോലെ. ഹല്ലേലൂയ. നമ്മൾ ആരാണ്? രക്ഷിക്കപ്പെട്ട ഓരോ ദൈവവൈദ്യനും. വായിച്ചേ 1 തിമോത്തിയോസ് 6:11 വായിച്ചേ. 1 Timothy chapter 6 verse 11. 1 തിമോത്തിയോസ് 6:11 പെട്ടെന്ന് വായിച്ചു. 1 തിമോത്തിയോസ് 6:11 മതി. നമ്മൾ ആരാണ്? രക്ഷിക്കപ്പെട്ട ഓരോ ദൈവവൈദ്യനും ആരാ? ദൈവത്തിൻ്റെ പൈതല. 1 യോഹന്നാൻ 3:1 പറഞ്ഞ്, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു, അതെ നാം അങ്ങനെ തന്നെയാകുന്നു. ഇവിടെ പൗലോസിൻ്റെ അന്ത്യകൽപ്പന തൻ്റെ നിജപുത്രനായ സ്നേഹിച്ച പുത്രനോട് പറയാം, നീ ദൈവത്തിൻ്റെ മനുഷ്യനാ, ഈ ലോകത്തിലുള്ളതിനൊന്നിനെ നീ സ്നേഹിക്കരുത്, നിന്റെ നിത്യത നഷ്ടപ്പെട്ടു പോകല്ലേ, നീ ചിലതൊക്കെ നീ പിടിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തോട്ട് വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല. യുകെയിലോട്ട് വന്നപ്പോൾ 10,000 പൗണ്ടും കൊണ്ട് വന്ന എത്ര പേരുണ്ട്? കൈപൊക്കിക്കേ. യുകെയിലോട്ട് വന്നപ്പോൾ 10,000 പൗണ്ടുമായിട്ട് വന്ന എത്ര പേരുണ്ട്? ഞാൻ കൊണ്ടുവന്നില്ല. നമ്മൾ ഈ ലോകത്തിലേക്കൊന്നും നമ്മൾ കൊണ്ടുവന്നില്ല. യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നു, വായിക്കേണ്ട, ഞാൻ പറഞ്ഞു വിട്ടോളാം. ഞാൻ നഗ്നനായി അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നു, ഞാൻ നഗ്നനായി തന്നെ പോവും. ഹല്ലേലൂയ. എൻ്റെ ഉള്ളിലൊരു പ്രത്യാശ കർത്താവ് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എനിക്ക് ഈ ലോകം യോഗ്യമല്ല. ഹല്ലേലൂയ, സ്തോത്രം. എബ്രായ ലേഖനം 11:38 വായിക്കുന്നത്, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ലെന്ന്. ഹല്ലേലൂയ. നാം ദൈവത്തിൻ്റെ മനുഷ്യരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന് നമ്മൾ അനുരൂപരാകരുത്. നാം ദൈവമക്കളാണ്. കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം തന്നു. ഹല്ലേലൂയ. വചനം പറയുന്നു, എബ്രായർ 10:26 പറയുന്നു, നാം സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ഇല്ല. യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച് ശരീരയാഗത്താൽ നമ്മൾ എന്നേക്കും ശുദ്ധീകരിച്ചു. എന്നാൽ ഹല്ലേലൂയ, ശുദ്ധീകരിച്ച രക്തത്തെ നാം മലിനമെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഈ കൃപയുടെ ആത്മാവിനെ നിന്ദിച്ചാൽ, നമ്മൾ എത്രയധികം ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിൽ ക്രോധത്തിന് പാത്രങ്ങളായി നിൽക്കേണ്ടി വരും. ഇന്ന് പകൽക്കാലം പ്രിയരെ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സഭയോടുള്ള ദൂത്. ഹല്ലേലൂയ. അടുത്ത ആഴ്ച ഞാനിവിടെ പ്രസംഗിക്കാൻ കാണുമോ എന്നറിയത്തില്ല. നിങ്ങളിവിടെ എൻ്റെ മുന്നിൽ ഇരിക്കുമൊന്നും കാണത്തില്ല. ഒന്നുകിൽ എൻ്റെ മരണം അല്ലെങ്കിൽ കർത്താവിൻ്റെ മടങ്ങി വരവ്. ഇതെപ്പോൾ വേണേലും സംഭവിക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വചനമായി തന്നെ കേട്ട് ഹല്ലേലൂയ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിൽ ഇതിൽ രൂപാന്തരത്തിന് കാരണമായി തീരണം. ഹല്ലേലൂയ. വചനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. എന്ന് വായിച്ചേ 1 ശമൂവേൽ 3:1 പെട്ടെന്ന് വായിച്ചേ. 1 ശമൂവേൽ chapter 3 verse 1 onwards. 1 ശമൂവേൽ 3:1. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു വായിക്കണം. അക്കാലത്തെ, ഏത് കാലത്താ? ഇസ്രായേൽ മക്കൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയ കാലത്ത്. വായിച്ചോ ക്ലാസ് പറ. ദർശനമേറെ ഇല്ലായിരുന്നു, വചനം ദുർലഭമായിരുന്നു. ഹല്ലേലൂയ. പ്രിയരെ, നമുക്ക് ദൈവം ഇഷ്ടം പോലെ വചനം തന്നിട്ടുണ്ട്. വചനത്തെ മൊത്തം നമ്മുടെ ഹൃദയത്തിൽ കയറ്റിക്കോണം. ഇനി ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ നിൽക്കുന്ന ക്രിസ്ത്യൻ രാജ്യമായിരിക്കും. ഇതുകൊണ്ട് കൊണ്ടു നടക്കാൻ പറ്റാത്തൊരു സമയം ചിലപ്പോൾ ഇവിടെ വരും. ദൂതായിട്ട് എഴുതിയിട്ടു. പക്ഷെ വചനം അകത്തുണ്ടെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം. കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ പൗലോസിനെ ശിലാസിനെയും കാലും കൈയും ആമത്തിലിട്ട് പൂട്ടിയുള്ളൂ. ഹൃദയവും പൂട്ടിയില്ല, നാവും പൂട്ടിയില്ല. അകത്തിരുന്ന ആത്മാവ് പുറത്തു വന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ വചനം നിറഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമുക്കുണ്ടാകും. ഒറ്റ കാര്യമുള്ളൂ, നാം ജീവനുള്ള ദൈവത്തെ തിരിച്ചു കളയും. ഇന്ന് പകൽക്കാലം പ്രിയരെ മോനെ ശ്രദ്ധിച്ചോണം. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ എഴുതിക്കോണം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവസഭയൊക്കെ ആൾ നിറച്ചോളും. ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, വചനം വിട്ടൊരു കളിക്കും നിൽക്കത്തില്ല. വന്നവൻ പെട്ടകത്ത് കയറി അക്കരെ കടന്നോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് 10 പൈസ ഉണ്ടാക്കുന്ന പരിപാടിയല്ലിത്. ക്രിസ്തുവിനെ വിൽക്കുന്ന പരിപാടിയല്ലിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവഭക്തി അലംഭാവത്തോടു കൂടെ ചെയ്യുന്ന തിമോത്തിയോസിനകത്ത് വായിക്കുന്നേ. സൂത്രങ്ങൾ ഒപ്പിക്കും. നോ, നമുക്ക് വേണ്ട. അധ്വാനിക്കാൻ കൈക്ക് ബലം തന്ന് അധ്വാനിച്ചോ. കർത്താവിൻ്റെ വേലയ്ക്ക് വരുന്ന പൈസ ഒന്നും എടുത്ത് ഉപയോഗിക്കരുതേ. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ മുമ്പിൽ ദൃഷ്ടാന്തമായി അനേകരുണ്ട്, കണ്ടിട്ടുണ്ട്. ആരുടെയും ഞാൻ പേര് പറയുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരൊക്കെ പെട്ടുപോയത് നമ്മൾ ഓർത്തെങ്കിൽ,
ഹല്ലേലൂയ. നമ്മളെ വിളിച്ചത് കർത്താവിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. ഒരു കൂട്ടം സഭയെ ജനത്തെ വാർത്തെടുക്കാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നതെങ്കിൽ ഉപദേശത്തിൽ നിന്നോണം. ഹല്ലേലൂയ. ഈ എൻ്റെ വചനങ്ങളെല്ലാം കേട്ട് നമ്മൾ പണിതോണം. ഹല്ലേലൂയ. വചനം നിങ്ങളുടെ ഉള്ളിലിരുന്നോണം. ദൈവത്തിൻ്റെ കൽപ്പനയായി സ്വീകരിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടുവാൻ നമ്മൾ എപ്പോഴും ഒരുങ്ങിയിരുന്നോണം. ഹല്ലേലൂയ. ഒരു ന്യായവിധി വരുന്നുണ്ട്. ഹല്ലേലൂയ. ന്യായവിധിയിൽ നിന്ന് മാറിപ്പോകേണ്ടതിന് എന്ത് ചെയ്യണം? ഹല്ലേലൂയ ഹല്ലേലൂയ. എന്ത് ചെയ്യും? കർത്താവ് അതിനു മുമ്പ് ദൈവത്തിൻ്റെ സഭയെ എടുത്തിരിക്കും. ഹല്ലേലൂയ. പകൽക്കാലം പ്രിയരെ, ഒരു ന്യായവിധി വരുന്നു. ഈ രക്ഷ ഹല്ലേലൂയ നമ്മുടെ കണ്ണ് കണ്ടല്ലോ നമ്മൾ പറയണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരുമ്പോൾ രക്ഷയെക്കുറിച്ച് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാനായിട്ട് ഇരിക്കുന്നത്. ഹല്ലേലൂയ. എന്ത് ചെയ്യണം? ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം വായിച്ച്. ആക്സ് ചാപ്റ്റർ 11 verse 21. അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം വായിച്ചേ. ഇവിടെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളിവിടെ ഡിസ്പ്ലേ ചെയ്യും. ഫിലോമോൻ പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് 1-ാം നൂറ്റാണ്ടിൽ നടന്ന സമയമാണ്. ഹല്ലേലൂയ. അന്ത്യോക്യയിൽ വെച്ച് സംഭവം നടന്ന ഇത്. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 11:26 നമ്മൾ വായിക്കുന്ന അന്ത്യോക്യയിൽ വെച്ച് അവർക്ക് ആദ്യം ക്രിസ്ത്യാനികളെന്ന പേരുണ്ടായി. ഹല്ലേലൂയ. എന്താ അവിടെ സംഭവിച്ചത്? കർത്താവിൻ്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ കൈ എൻ്റെ നിങ്ങളുടെ മേൽ വന്നാൽ എന്തു സംഭവിക്കുമെന്ന് ഞാൻ പറയാൻ പോവാ. ശ്രദ്ധിച്ചിരുന്നോണം. ഹല്ലേലൂയ. സ്തോത്രം. സഭയോടുള്ള ദൈവത്തിൻ്റെ ആലോചന പറയാൻ പോവാ. കർത്താവിൻ്റെ കൈ നമ്മളോടുകൂടെ വന്നാൽ എന്തു സംഭവിക്കും? യെരുശലേമിൽ എന്ത് ചെയ്തു? അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിൽ 7-ാം വാക്യം വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ആക്സ് ചാപ്റ്റർ 6 verse 7. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവവചനം, ഒരു മിനിറ്റ് സൗകര്യം നിർത്തിയാട്ടെ. നമ്മുടെ കയ്യിലൊരു ബോൾ പോലൊരു സാധനം തന്നു. എൻ്റെ മനസ്സിൽ തന്നൊരു എക്സാമ്പിളാണ് പറഞ്ഞത്. നമ്മൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കുമ്പോഴത്തെ എങ്ങനെ ഉണ്ടാക്കുന്നത്? ഉരുള. ആ ഉരുളയായിട്ട് തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. ഇല്ല, എന്ത് ചെയ്തു പറ, നിങ്ങൾ പറ. നിങ്ങൾക്കറിയത്തില്ല. നിങ്ങൾ ആ ചപ്പാത്തിക്ക് ബോൾ ഉരുട്ടിട്ട് അങ്ങനെ തിന്നുമോ? ഇല്ല, പരത്തും. ദൈവവചനം നമ്മുടെ കയ്യിൽ തന്നു, നമ്മളതിനെ പരത്തണം. ഹലോ, ദൈവവചനം എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുക. ഇത് പരത്താനുള്ള ശുശ്രൂഷ നമുക്ക് തന്നേക്കുന്നത്. എവിടെ പരത്തണം? വായിച്ചേ. ആദ്യം എവിടെ ഈ സാധനം പരന്നത്? യെരുശലേമിൽ പരന്നു. നമ്മുടെ യെരുശലേം ഏതാ മോനെ? നമ്മൾ പാർക്കുന്ന ഈ ദേശമാണ്. നോർത്ത് ഇന്ത്യയെക്കുറിച്ചും ആഫ്രിക്കയെക്കുറിച്ചും എല്ലായിടത്തെക്കുറിച്ചും നമുക്ക് എന്തുണ്ട്? ആത്മഭാരമുണ്ട്. ആദ്യം നാം നിൽക്കുന്നത് നമ്മുടെ യെരുശലേമിൽ ദൈവത്തിൻ്റെ വചനം പരത്തണം. ഇത് കർത്താവ് നമ്മുടെ കൈ തന്നിരിക്കുന്നത്. ഇങ്ങനെ എന്ത് ചെയ്യണമെന്നോ? ഇത് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇത് പരത്തി ദേശത്ത് വ്യാപരിക്കണം. ഹല്ലേലൂയ. ആമേൻ പറയാൻ എത്ര പേർക്ക് പറ്റും? ഹല്ലേലൂയ. സ്തോത്രം. ആത്മാവ് വരണം. ഇതില്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ മാത്രമേ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധി ഇരിക്കുമ്പോൾ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഇരിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് പറഞ്ഞു തരുന്ന കാര്യമാണ് ഞാൻ ഈ സഭയോട് പറയുന്നത്. പൗലോസ് പറഞ്ഞതുപോലെ എനിക്ക് ഒന്നും അല്ലാതെ പറയാനില്ല, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു. ഹല്ലേലൂയ. വേറെ എങ്ങും പോയി പ്രാപിച്ചില്ല. പ്രാപിക്കേണ്ടെന്ന് കർത്താവ് പറഞ്ഞു. കിട്ടിയ ഉപദേശം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോകും. അതുകൊണ്ട് നീ എൻ്റെ കാൽക്കലിരിക്കേ, നീ എൻ്റെ തൃക്കാൽക്കലിരിക്കേ. തിരുവചനം നാമം പറഞ്ഞ് നമുക്ക് തരും. ഹല്ലേലൂയ. യെരുശലേമിൽ എന്നിട്ട് പറയാം, വചനം പരന്നു, പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. പാരമ്പര്യം പറയുന്നവരൊക്കെ വചനം കേൾക്കുമ്പം വരുമെന്നേ. ഹല്ലേലൂയ. സ്തോത്രം. 1-ാം നൂറ്റാണ്ടിൽ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് കയറി, പിന്നെ 5000 പിന്നെ എണ്ണാൻ മേല. അല്ലെങ്കിൽ വചനം എവിടെയെല്ലാം ചെന്നോ അവിടെയെല്ലാം ജനം വിടുവിക്കപ്പെട്ടു, ആത്മാവിലായി. അവർ കടന്നു ചെന്നിടത്ത് ക്രിസ്തുവിനെ പ്രഘോഷിച്ചു, സഭ ഉടലെടുത്തു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആര് പോകും? ഹല്ലേലൂയ. ഹല്ലേലൂയ. യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആര് നമുക്ക് വേണ്ടി പോകും? ദൈവം ചോദിക്കുന്നവർ, ആർ നമുക്ക് വേണ്ടി പോകും? ഞാൻ ആരെ അയക്കേണ്ടുവെന്ന് ചോദിച്ചപ്പോൾ അടിയനിതാ. അളിയനെ പണ്ട് വാവുച്ചറിയാൻ ഭാഷ പറഞ്ഞേ, അടിയനിതാ, അളിയനെ അയക്കണമെന്ന് പറയരുതേ, എന്നെ അയക്കി കർത്താവേ. ഐ ആം റെഡി ടു ഗോ ടു പ്രീച്ച് ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവേ എന്നെ വിട്, ഞാൻ പോകാം. വല്ലോനെ വിടാൻ തള്ളിവിടാൻ എളുപ്പമാണ്. നോ, നാം പോകേണ്ടടുത്ത് നാം തന്നെ പോകണം. കർത്താവ് പോകേണ്ടടുത്ത് കർത്താവ് പോയി. ഹല്ലേലൂയ. ദൂതനെ അയക്കേണ്ടത് ദൈവം ദൂതനെ അയച്ചു. ഹല്ലേലൂയ. നമ്മളെപ്പം വിളിച്ചാലും കർത്താവേ അടിയനിതാ എന്ന് പറയുവാൻ നമ്മൾ ഒരുങ്ങിയിരിക്കണം.
ഹാലേലൂയ, ഹാലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ രക്ഷ കാണുവാൻ നമ്മുടെ കണ്ണ് കർത്താവ് തുറന്നില്ലേ? ഞാൻ കഴിഞ്ഞ 30 ആഴ്ചയിലും ഞാൻ പറഞ്ഞു, ഹാലേലൂയ. ദേവാലയത്തിലേക്ക് നിയോഗത്തിൽ കടന്നുപോയ ശിമിയോൻ യേശു കുഞ്ഞിനെ കയ്യിലെടുത്തു. ഈ രക്ഷ എൻ്റെ കണ്ണ് കണ്ടെന്ന്. ഹല്ലേലൂയ. ഇത് കാണാതെയായിരുന്നു നമ്മൾ ഇവിടുന്ന് പോയിരുന്നത്, എന്നെ എടുത്തേനെ. യേശുവിനെ അറിയാതെയാണ് ഞാൻ പിടിച്ച പാരമ്പര്യത്തിലാണ് ഞാൻ നിന്നിരുന്നെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, എൻ്റെ നിത്യത ഞാൻ എവിടെ കൊണ്ട് ചെലവാക്കുമായിരുന്നു? ഹല്ലേലൂയ. സ്വർഗത്തിനും നരകത്തിനും ഇടയ്ക്ക് വേറെ ഒരു മാർഗമില്ല സ്വർഗത്തിൽ പോകാനായിട്ട്. അതിനിടയിൽ കടന്ന് ശുദ്ധീകരിക്കുന്ന പരിപാടിയൊന്നും വേദപുസ്തകത്തിലില്ല. പാരമ്പര്യം ചിലപ്പം പറയും. ഹല്ലേലൂയ. ഒന്നും വേണ്ടല്ലോ. നമ്മുടെ കർത്താവ് ലൂക്കോസിന് സുവിശേഷം 16-ാം അധ്യായം 19-ാം വാക്യം തൊട്ട് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് പറഞ്ഞു, ഒരു ധനവാൻ്റെ ഒരു ലാസറിൻ്റെയും കാര്യം. ഹല്ലേലൂയ. അവർക്ക് തമ്മിൽ പിടയിലൊരു പിളർപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ധനവാൻ പാതാളത്തിൽ താഴെ കടന്ന് മേൽപോട്ട് നോക്കി, അബ്രഹാമിൻ്റെ മടിയിൽ ലാസർ ഇരിക്കുന്നു. ഹല്ലേലൂയ. തൊണ്ട വരളുന്നു, വെള്ളമില്ല. ഞാനാരും പറഞ്ഞല്ല, നമ്മുടെ കർത്താവ് പറഞ്ഞ കാര്യമാണ്. എന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഹല്ലേലൂയ, അബ്രഹാം പിതാവേ, ഈ ലാസറിൻ്റെ വിരലിൻ്റെ അറ്റം വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് എൻ്റെ നാവിനെ ഒന്ന് തണുപ്പിക്കാമോന്നേ. എൻ്റെ കുഞ്ഞെ, നിത്യ നരകത്തിൽ പോകുന്ന വിഷയ കർത്താവ് പറഞ്ഞത്. ഇതിനിടയ്ക്കൊരു സംഭവമില്ല. യേശു പറഞ്ഞു, അബ്രഹാം പറഞ്ഞു, ഇല്ല, പറ്റത്തില്ല, എനിക്കും നിനക്കും ഇടയിൽ ഒരു പിളർപ്പ് വെച്ചേക്കുവാന്നേ. അതായിരിക്കും ചിലപ്പോൾ ഈ ശുദ്ധീകരണ സ്ഥലമെന്ന് പറഞ്ഞു പാരമ്പര്യ സഭക്കാർ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ ഇതിൽ നിന്നെല്ലാം വിടുവിച്ചില്ലേ? ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ ദാസം വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അനേക കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. 5 മണിക്കൂർ ഒറ്റ ഇരിപ്പിൽ ദൈവവചനം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ പാസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്ററെ, ഇത്രയും ഞാൻ ഒരു മനുഷ്യനോട് സംസാരിച്ചിട്ടില്ല ദൈവത്തിൻ്റെ വചനം. ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് പുസ്തകം പോലെ ദൈവത്തിൻ്റെ ആലോചന ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് ആ പാസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവവചനം പറയുമ്പോൾ ആളുകൾ ചോദിക്കുക, സഹസ്രാബ്ദ യുഗത്തിലും സ്നാനം ഉണ്ടോയെന്ന്. നമുക്കിപ്പോൾ സമയം കിട്ടിയിട്ട് 1000 ആണ്ട് വാഴ്ചയിൽ സ്നാനം ഉണ്ടോയെന്ന്. നമുക്ക് കിട്ടിയ സമയം തക്കത്തിന് ഉപയോഗിച്ചോണം. സഹസ്രാബ്ദ വാഴ്ചയിലൊന്നും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കില്ല, അന്ന് സ്നാനപ്പെടാൻ വേണ്ടിയൊന്നും. ദൈവം തന്നു. ദൈവത്തിൻ്റെ കൽപ്പന വൃഥാവാക്കി കളയല്ലേ. ഇന്ന് പകൽക്കാലം അതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിക്കണം. കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ കർത്താവ് പറഞ്ഞ കൽപ്പന അനുസരിച്ച് വിശുദ്ധ ജീവിതം ചെയ്ത് ഈ തലമുറയിൽ നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കുന്ന കുഞ്ഞുങ്ങളായിത്തീരണം. അനേക തിമോത്തിയോസുമാരെ സഭയിൽ എഴുന്നേൽപ്പിക്കണം. ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊടുത്ത് കർത്താവിൽ അവരെ ഉറപ്പിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മളെ അതിനുവേണ്ടി ആയിരിക്കണം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, നീ ഇതിൽ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. വചനമായി തന്നെ നിങ്ങൾ കേട്ട് പഠിച്ചോണം. നിങ്ങളുടെ ഉള്ളിൽ ഈ ദൈവത്തിൻ്റെ വചനം വെച്ചോണം. ഹല്ലേലൂയ. എവിടെ പോയാലും ദൈവവചനം എടുത്തോണം, ബൈബിളും കൊണ്ട് പോക്കണം. ഹല്ലേലൂയ. മൊബൈലിനകത്ത് നോക്കരുത്. വിശുദ്ധ ഹോളി മൊബൈലൊന്നും ആരുടെയും കയ്യിലില്ല. പല ആപ്പും അതിനകത്തുണ്ട്. വേദപുസ്തകമായിട്ട് വരുന്നതിനൊരു അന്തസ്സും അഭിമാനവും നമുക്ക് ഉണ്ടായിരിക്കണം കേട്ടോ മക്കളെ. ഹല്ലേലൂയ. ബൈബിളില്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ മതി, ഞാൻ മേടിച്ചു തന്നോളാം, കുഴപ്പമില്ല. ഞാൻ മേടിച്ചില്ല, ഇഷ്ടം പോലെ പൈസ കർത്താവ് തന്നിട്ടുണ്ട് സഭയ്ക്ക്. ഓക്കെ, നമ്മളെല്ലാം ദൈവം ആത്മീയ സമ്പന്നരാക്കി നിർത്തിയിരിക്കുക. ഹല്ലേലൂയ. ആത്മീയ വിഷയത്തിൽ നമ്മളെല്ലാം സമ്പന്നരായിരിക്കുകയാണ്. ഹല്ലേലൂയ. വചനം എന്ത് ചെയ്യുന്നു? യെരൂശലേമിൽ പരന്നു. പുരോഹിതന്മാരിലും എന്ത് ചെയ്തു? വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ ഭയത്തോടെ ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഹല്ലേലൂയ. ഏലി പുരോഹിതൻ്റെ മക്കൾ ആരായിരുന്നു? മക്കൾ ഒഫ്നിയും ഫീനഹാസും കൃപയിൽ നിന്ന് പോയി. അപ്പം പുരോഹിതനാ. ദാൻ മുതൽ ബേർഷേബ വരെ വിശ്വസ്ത പ്രവാചകനായി ന്യായപാലനം നടത്തിയ ശമൂവേലിൻ്റെ 2 മക്കൾ കൃപയിൽ നിന്ന് പോയി. നമ്മുടെ കുഞ്ഞുങ്ങൾ കൃപയിൽ നിൽക്കണോ? ഉപവസിച്ചോണം, പ്രാർത്ഥിച്ചോണം. മറ്റൊന്നിനും വേണ്ടി ഇനിയും കൂടുന്ന ഓടരുത്. ദൈവസന്നിധി മുഴങ്കാലും മടക്കി പ്രാർത്ഥിച്ചാൽ നമ്മൾ ചെയ്യാത്തത് നമ്മുടെ തലമുറ ചെയ്യും. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അവർ ഈ വേദപുസ്തകം എടുത്ത് പ്രസംഗിക്കും. ഹല്ലേലൂയ. വിശ്വസ്ത പ്രവാചകനായിരുന്നു, ന്യായപാലനം നടത്തിയ പ്രവാചകനായിരുന്നു. ഒരു ദേശം മുതൽ മറ്റേ അറ്റം വരെ വിശ്വസ്തയോടെ പ്രവചിച്ചതാ. പക്ഷേ തലമുറ കൃപയിലില്ല, പോയി. ദുരാഗികളായിരുന്നു, അവർ കൈക്കൂലി വാങ്ങുന്നവരായിരുന്നു എഴുതി വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഒന്നും വേണ്ട, നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവകൃപയിൽ നിൽക്കുന്നവരായിത്തീരണം. വചനം കറക്റ്റ് പഠിപ്പിച്ചു കൊടുക്കണം. കൃപയില്ലാത്തവനെ ഇതിനകത്ത് വിളിച്ചുകൊണ്ട് ഇവിടെ നിർത്തുകയും ചെയ്യില്ലേ. എൻ്റെ കുഞ്ഞിന് എന്ന് കൃപയാകുന്നു അവനിവിടെ വന്നാൽ മതി. കർത്താവ് വിളിക്കാൻ വന്നാൽ ചാടിക്കയറി ആരെയും കയറ്റരുത്. ഹല്ലേലൂയ. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ പറയാൻ തന്നാൽ പറഞ്ഞോണം. കർത്താവിൻ്റെ വരവെടുത്തു. അതുകൊണ്ട് നമ്മളെന്തിനും
വിശുദ്ധിയോടെ ജീവിച്ചോണം. ഹല്ലേലൂയ. നമുക്ക് തന്നെ ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, ഞാൻ പോയ ശേഷം കർത്താവ് പരിശുദ്ധാത്മാവിനെ നമുക്ക് തരാമെന്ന് പറഞ്ഞു. എന്തിനാ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരുന്നേ? 2 അന്യഭാഷ പറഞ്ഞ് ഞായറാഴ്ച നിർത്താനാണോ? എന്തിനാ പരിശുദ്ധാത്മാവിനെ തരുന്നത്? അത് സൈന. അവിശ്വാസികൾക്ക് സൈന നമ്മൾ അന്യഭാഷ പറയുന്നത്, അതാ വചനം പറയുന്നത്, കൊരിന്ത്യരുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിനെ ആക്ച്വലി നമുക്ക് തന്നതെന്തിനാ? ദൈവത്തെ നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം 20-ാം വാക്യം വായിച്ചേ. നെഹമ്യ ചാപ്റ്റർ 9 വേഴ്സ് 20 വായിച്ചേ. നെഹമ്യ 9:20 പെട്ടെന്ന് വായിച്ചു. പെട്ടെന്ന് വായിച്ചേ. 9:20. അപ്പോൾ എന്തിനാ നല്ല ആത്മാവിനെ തന്നെന്തിനാ? അവിടെ തന്നെ ഉണ്ട്. അവരെ ഉപദേശിക്കേണ്ടത് നീ നിൻ്റെ നല്ല ആത്മാവിനെ അവന് കൊടുത്തു. പിന്നെ വായിച്ചു. കൊടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇസ്രായേൽ മക്കളെ നടത്തിയ വിഷയം പറയുന്നത് നല്ല ആത്മാവിനെ കൊടുത്തു. നല്ല ആത്മാവിനെ കൊടുത്തു. അതുകൊണ്ടാണ് പറയുന്നത് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ എന്ത് ചെയ്യരുതേ. ഇനിയൊന്ന് യെശയ്യാ പ്രവചനം 63:10 വായിച്ചേ. യെശയ്യാ 63:10, 63:10. എന്നാൽ മത്സരിച്ചു. എന്നാൽ അവർ മത്സരിച്ച് അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. അപ്പോൾ ദൈവമക്കൾ എങ്ങോട്ട് നോക്കിയേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ ദൈവം ശത്രുവായി തീരുമെന്നേ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, പിതാവിനോട് ക്ഷമിക്കും, പുത്രനോട് ക്ഷമിക്കും, പരിശുദ്ധാത്മാവിനോട് ഈ ലോകത്തിലും ആ ലോകത്തിലും ക്ഷമിക്കത്തില്ല. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധാത്മാവാണ് നമ്മളെ ഗൈഡ് ചെയ്യേണ്ടത്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവും നമ്മുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം സ്മൂത്തായിട്ട് പോകത്തുള്ളൂ. ഹല്ലേലൂയ. വേറെ ആത്മാവ് കയറും. അതുകൊണ്ട് കാത്തിരുന്ന് ദൈവശക്തിയെ പുതുക്കിക്കോണം. ഹല്ലേലൂയ. ഇത് രണ്ടും പഴയ നിയമത്തിലാണ്. ഈ പുതിയ നിയമത്തിൽ സഭയെ എങ്ങനെ ഇട്ടിരിക്കുന്നത്? എഫേസ്യ ലേഖനം 4-ാം അധ്യായം 30-ാം വാക്യം വായിച്ചേ. എഫേഷ്യൻ ചാപ്റ്റർ 4 വേഴ്സ് 30 എന്ന് വായിച്ചേ. എഫേസ്യർ 4:30, 4:30, 4:30 വായിച്ചോ. ദൈവമക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അപ്പോൾ എന്തിനാ? ഈ ഇസ്രായേൽ മക്കൾക്കും അവരുടെ മരുഭൂമി യാത്രയിലും കനാൻ ദേശത്ത് എത്തപ്പെടുവാൻ അവർക്കും ആത്മാവിനെ കൊടുത്തു. അവർ മത്സരിച്ചു, ദൈവാത്മാവിനെ ദുഃഖിപ്പിച്ചു. അതേ ഇതിൽ തന്നെ പരിശുദ്ധാത്മാവിനെ സഭയ്ക്ക് കൊടുത്തു. എന്തിനാണ് സഭയ്ക്ക് കൊടുത്തത്? എന്തിനാ? നമ്മുടെ വീണ്ടെടുപ്പ് വീട്ടിൽ പോകാൻ വേണ്ടിയാന്ന്. അവർക്കും കനാനിൽ എത്താൻ വേണ്ടി കൊടുത്തതാ. പക്ഷേ ഒന്ന് ആലോചിക്കേ, ഞാൻ വേദപുസ്തകം പഠിച്ചപ്പോൾ അല്ലെങ്കിൽ ഞാൻ കണ്ടൊരു കാര്യമുണ്ട്. 6 ലക്ഷം പുരുഷന്മാർ ഇറങ്ങിത്തിരിച്ചു. നിങ്ങൾ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം വായിച്ച, എക്സോഡസ് 12 വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. 6 ലക്ഷം പുരുഷന്മാരും ഇസ്രായേലിൽ നിന്ന് ഇറങ്ങിയിട്ട് വെറും 2 പേര് ഈ ദൈവം വാഗ്ദത്തം ചെയ്ത കനാനിൽ എത്തിയുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ നിന്നുകൊണ്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. 12 ഗോത്രത്തെ മോശ ഉറ്റുനോക്കാൻ വിട്ടു. 10 ഗോത്രം വന്നിട്ടും അവിശ്വാസം പറഞ്ഞു. വിശ്വാസം പറഞ്ഞ 2 എണ്ണം അക്കരെ കടന്നു. ദൈവത്തിൻ്റെ ആലോചന, ദൈവസഭയോടുള്ള ദൂതാണ്. വിശ്വാസം പറഞ്ഞാൽ അക്കരെ കടക്കാം. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം വന്നാൽ ഇവിടെ കടക്കാൻ. എവിടെ കടക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോണം. ഹല്ലേലൂയ. ദൈവം പറയുന്ന ദൂത് സഭയോട് ഞാൻ വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ കടക്കണോ, കർത്താവ് വന്നാൽ പോണോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. വീണ്ടെടുപ്പ് നാളിൽ നിങ്ങളെല്ലാം മുദ്രയിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. മുദ്രയുള്ളവൻ അവനവനറിയാം മുദ്ര ഉണ്ടെന്ന്. വേറെ ആരും പറയണ്ട. എൻ്റെ മേൽ മുദ്രയുണ്ടെന്ന് നിങ്ങളാരും പറയണ്ട. നിങ്ങളുടെ മേൽ മുദ്രയുണ്ടെന്ന് ഞാനും പറയണ്ട. അവനവനറിയാം അവനവൻ്റെ മേൽ മുദ്രയുണ്ട്. ഏത് മുദ്രയാണെന്നറിയാം. 2 മുദ്രയുണ്ട്. ഒന്ന് സാത്താൻ്റെ മുദ്രയുണ്ട്, ഒന്ന് പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുണ്ട്. ഇതിലേത് മുദ്രയാണെന്ന് അവനവനെ തന്നെ നോക്കിയാൽ മനസ്സിലാകും. എൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ഏത് ആത്മാവാണ്. ആ റിയൽ ആത്മാവാണെങ്കിൽ എൻ്റെ കർത്താവിനെ എപ്പോഴും സന്തോഷിപ്പിക്കാനായിട്ട് ഇടയായിത്തീരും. എപ്പോഴും കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ആത്മാവിൽ പാടാനും ആത്മാവിൽ ആരാധിക്കുവാനും ആത്മാവിൽ സ്തുതിക്കുവാനും കർത്താവിൻ്റെ വേലയിൽ പോകുവാനും എല്ലാം നമ്മളെ ആത്മാവ് ഇങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇന്നലെ കുഞ്ഞുങ്ങളോട് ഞാൻ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ഉപവാസപ്രാർത്ഥന, നമ്മൾ പ്രതീക്ഷിക്കാതെ 2 കുഞ്ഞുങ്ങൾ കയറി വന്നു. എവിടുത്തെയാണെന്ന് ഞാൻ പറയത്തില്ല. 2 മണിക്കൂർ അവരോട് ദൈവവചനം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഒന്നുകൂടി ഉറപ്പിച്ചു. യൗവനക്കാരുടെ വചനം പറഞ്ഞ് ഉറപ്പിക്കാൻ കുഞ്ഞുങ്ങളെ നിൻ്റെ കയ്യിൽ തരുമെന്ന് പറഞ്ഞു. എന്നെ കർത്താവ് വിളിച്ചപ്പോൾ ആ ഒരു ശുശ്രൂഷയ്ക്ക് വിളിച്ചേ. അനേകം തിമോത്തിയോസുമാരെ വാർത്തെടുക്കണമെന്നാണ് നേരത്തെ എന്നോട് ദൈവം പറഞ്ഞു, വചനം പറഞ്ഞ്. അതിന് വചനം നമ്മുടെ ഉള്ളിൽ ആദ്യം തരും.
ഹല്ലേലൂയ. വചനം പറഞ്ഞു കൊടുത്ത് ആത്മാവിൽ ഉറപ്പിക്കണം. ഓളപ്പെരുപ്പത്തിലോ ഒന്നിലോ എങ്ങോട്ടും ആരെയും ചാടിക്കാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ദൈവത്തിൻ്റെ സഭയോട് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെല്ലാം ആത്മാവ് വരണം. ഹല്ലേലൂയ. എന്തിനാണ് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ഇന്നത്തെ പെന്തിക്കോസിൻ്റെ അനുകരണം കണ്ട് ആത്മാവ് നിങ്ങൾ കറക്റ്റാന്ന് പറയരുത്. ഹല്ലേലൂയ. എന്തിനാ? ഓട്ടവും ചാട്ടത്തിനും ഉന്തിയിടാനും വീഴ്ചയിടാനും ഒന്നുമല്ല. പരിശുദ്ധാത്മാവിനെ ഒരുവൻ്റെ മേൽ വരുമ്പോൾ എന്തിനാണെന്നറിയോ തരുന്നത്? എന്തിനാ വായിച്ചത്? അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം ഒരാളെടുത്തേ. ആക്ട്സ് ചാപ്റ്റർ 1:8. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം എടുത്തേ. ഒരാൾ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 49-ാം വാക്യം എടുത്തേ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിക്കും. ഒന്ന് നിർത്തി വായിക്കാം സൗകര്യം, ഒരു മിനിറ്റ്. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്ത് കിട്ടും? യഹോവയെ കാത്തിരിക്കുന്നതിന് എന്താ കിട്ടും? നമ്മൾ വായിക്കുന്നത് ശക്തി പുതുക്കും. ഇത് തന്നെ ഇവിടെ ചിന്തിച്ചാൽ മതി. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിൽ അപ്പോൾ ഒന്ന് നിർത്തിക്കേ. നമ്മുടെ തെറ്റിദ്ധാരണ മാറണം. അതുകൊണ്ടാണ് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് എന്തിനാണ് വരുന്നത്? സാക്ഷ്യം പറയാൻ. സാക്ഷ്യം പറയുന്നില്ലെങ്കിൽ ആത്മാവ് വേറെയാണ്. സാക്ഷ്യം പരിശുദ്ധാത്മാവ് കറക്റ്റാണ്. നമ്മൾ സാക്ഷ്യം പറഞ്ഞിരിക്കും. നിന്നെ ആത്മാവ് എന്ത് ചെയ്യും? ബുദ്ധി പറഞ്ഞ് ഉപദേശിച്ച് വെളിയിറക്കും. ആരോട് കാണിക്കേണ്ടവരോടെല്ലാം സുവിശേഷം പറയും. അതിന് വേണ്ടുന്ന ക്രമീകരണം ദൈവം നമ്മളെ ഒരുക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്തിനാണ് ശക്തി തന്നത്? എന്തിനാ ഈ ശക്തി എന്ന് പറഞ്ഞിരിക്കുകയാണോ? അല്ല. എന്തിനാ? ദൈവത്തിൻ്റെ വചനം പറയാൻ. കർത്താവ് ഇത് തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇവരോട് പറഞ്ഞ്, നിങ്ങൾ എൻ്റെ പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തത്തിനു വേണ്ടി നിങ്ങൾ നഗരം വിട്ടു പോകരുത്, അവിടെ തന്നെ ഇരിക്കണം, ലഭിക്കുന്നത് വരെ ഇരിക്കണം, കർത്താവിനോട് ചോദിക്കണം. ഹല്ലേലൂയ. എന്താ പറയുക? യാക്കോബ് പറഞ്ഞതുപോലെ എന്താ പറഞ്ഞേ? എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാന്ന് നിന്നെ ഞാൻ വിടത്തില്ലെന്നേ. നമ്മൾ പറയണം, കർത്താവേ എനിക്കിത് തന്നാലേ എനിക്ക് പറ്റത്തുള്ളൂ. ചില പിള്ളേർ നിർബന്ധം പിടിക്കാൻ പറയത്തില്ലേ, ഇത് തന്നില്ല ഞാൻ ചാവും എന്നൊക്കെ പറയല്ലേ. ആ ഒരു ഇതിൽ പറയണം, കർത്താവേ നിൻ്റെ ആത്മാവിനെ എന്നെ നിറയ്ക്കാതെ വിടല്ലേ, പരിശുദ്ധാത്മാവിനെ എനിക്ക് വേണം, എനിക്കൊന്ന് അനുഭവിക്കണം. അല്ലെങ്കിൽ യേശു ക്രിസ്തു സ്നാനപ്പെട്ട് കഴിഞ്ഞ് എങ്ങനെ അന്നക്കുട്ടി പോയത്? ജീസസ് ബാപ്റ്റിസം എടുത്തു കഴിഞ്ഞ് എങ്ങനെ പിന്നെ പോയത് അങ്ങോട്ടെ? ഫുൾനെസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ അവൻ എങ്ങനെ പോയിട്ട്? ലൂക്കോസ് 4:1 വായിച്ചേ. ലൂക്ക് ചാപ്റ്റർ 4:1 വായിച്ചേ. ലൂക്കോസ് 4:1. ലൂക്കോസിന് സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ഇന്ന് നമ്മൾ സഭാരാധന കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ആത്മാവ് നിറഞ്ഞ് ഇവിടുന്ന് പോകണം, വചനം നിറഞ്ഞു പോകണം. ഇവിടെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല, എനിക്ക് വേറെ ഊമയും പറയാനില്ല, കണ്ടതും കേട്ടതും പറയാനൊന്നും നേരമില്ല. വചനം എന്തു പറഞ്ഞോ അത് സഭയെ പഠിപ്പിക്കാൻ എന്നോട് പറഞ്ഞു. ഇവിടെ പറയുക, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. നമ്മൾ മടങ്ങണം. ഇവിടുന്ന് എവിടോട്ട് മടങ്ങണം? വീട്ടിലോട്ട് മടങ്ങുമ്പോഴും മേളിലെ വീട്ടിലോട്ട് പോകുമ്പോഴും ആത്മാവ് നിറഞ്ഞവരായി പോയെങ്കിലേ കാഹളം കേൾക്കത്തുള്ളൂ, ഇല്ലേ കേൾക്കത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, റോമർ 8:11, വചനം ഇതുപോലെ ഉള്ളിയിരിക്കണം. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മർത്തിയ ശരീരങ്ങളെയും അവൻ ഉയർപ്പിക്കും. ഒരു റിസറക്ഷൻ കിട്ടണോ? നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിൽ ജീവിക്കണം, ദൈവത്തിൻ്റെ ആത്മാവിൽ നിങ്ങൾ മരിക്കണം, ദൈവത്തിൻ്റെ ആത്മാവിൽ നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ ഇത് മാത്രമേ ഒരു വഴിയുള്ളൂ. നമ്മൾ പാടിയല്ലോ, മണ്ണോട് മണ്ണായി ഞാൻ അമർന്നു പോയാലും എൻകാന്തൻ യേശു കൈവിടില്ല, എന്നെ ഉയർപ്പിക്കും വിൺശരീരത്തോടെ, ഒരു തേജസ്സുള്ള ശരീരത്തോടെ. ഹല്ലേലൂയ. ദൈവം നമ്മളെ അങ്ങനെയാണ് ഉയർപ്പിക്കുന്നത്. ആ തേജസ്സുള്ള ശരീരത്തോടെ ദൈവം നമ്മളെ ഉയർപ്പിക്കും. ഇന്ന് പകൽക്കാലം പ്രിയരെ, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഫിലിപ്പിയർ 3:20, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടുന്ന് കർത്താവായി യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്ത് എല്ലാവരും. ആരും ഉറങ്ങുന്നില്ലല്ലോ. സ്തോത്രം. കർത്താവ് വരും, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. എന്നാൽ ഇങ്ങനെ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തും. ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കണം. ഹല്ലേലൂയ. ട്രാൻസ്ഫോർമേഷൻ നടക്കണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തോട് കൂടെ നടക്കണം. ഹല്ലേലൂയ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. എന്താ സംഭവിച്ചത്? നമ്മൾ ദൈവത്തോട് കൂടെ. ഉൽപ്പത്തി 5:24 വായിച്ചു. ജെനസിസ് ചാപ്റ്റർ 5:24, 5:24. ജെനസിസ് ഉൽപ്പത്തി 5:24 എളുപ്പം വായിച്ചു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. എൻ്റെ ദൈവം നലിച്ചിരിക്കുക, ദൈവത്തോട് കൂടെ നടക്കുക. എൻ്റെ ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പറയട്ടെ. രാവിലെ ചിലപ്പം കടയിൽ പോകാനായിട്ട് ഭാര്യ വിട്ടതായിരിക്കും. ആ പോയ വഴിക്കായിരിക്കും ദൈവത്തോട് കൂടെ നടത്തുമ്പോൾ എടുത്തുകൊണ്ട് പോയത്. വീട്ടിലിരിക്കുന്ന ഭാര്യ എന്ത് ചിന്തിച്ച് കാണും? ചുമ്മാ ഒരു തോട്ട് പറഞ്ഞതാ. തോട്ടല്ല, ദൈവാത്മാവ് തരുന്ന തോട്ടേ പറയാവുള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല.
ചിലപ്പോൾ കടലിലോട്ട് പോയ വഴിക്കായിരിക്കും ദൈവാത്മാവിനെ എടുത്തുകൊണ്ട് പോയത്. ഭാര്യയെ നോക്കിയിരിക്കുക വീട്ടിൽ, എൻ്റെ അച്ചായൻ എന്നാ പറ്റിയെന്ന്. ആത്മാവ് എടുത്തുകൊണ്ട് പോയെന്ന്. ഇതുപോലെ സഭയ്ക്ക് വരുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദൈവനെ വായിച്ചത് രാവിലെ വായിച്ചപ്പോൾ പേടിച്ചു പോയി. ഹല്ലേലൂയ, സ്തോത്രം. ആദ്യ ശിക്ഷാവധി വരുന്ന ആർക്കാ? 1 പത്രോസ് 4:17 വായിച്ചു. 1 Peter chapter 4:17. 1 പത്രോസ് 4:17 വായിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഏതാ ദൈവകൃപ? ഏതാ? സഭ. 1-ാം നൂറ്റാണ്ടിൽ ദൈവത്തിൻ്റെ ന്യായവിധി സഭയിലാണ് വന്നേ. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൽ നിങ്ങൾ വായിച്ചാൽ മതി. അനനിയാസും സഫീറുടെയും കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മിൽ തുടങ്ങിയാൽ, പത്രോസ് ലേഖനം എഴുതിയ ആർക്കാ? വെളിയിലുള്ളവർക്കാണോ? ഇല്ല, സഭയ്ക്ക് എഴുതിയത്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് എഴുതിയതാണ്. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായി. അത് നമ്മിൽ തുടങ്ങിയാൽ, ഫസ്റ്റ് നമ്മിൽ തുടങ്ങിയാൽ, അതാ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ നല്ലത് തീയതായെങ്കിലും എവിടെ നിൽക്കുമെന്നാ? ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ ദൈവസഭയുടെ ദൈവമക്കളുടെ നിൽപ്പ് അവിടെ. വെളിപ്പാട് 20-15 വെള്ളസിംഹാസനം അല്ലതെ. ന്യായവിധി ദൈവകൃപത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ ഗതി എന്താകും? 18-ാം വാക്യം വായിക്കുന്നു. നീതിമാൻ പ്രയാസന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ, നീതിമാൻ പ്രയാസന 18 നെക്സ്റ്റ് വൺ. നീതിമാൻ പ്രയാസന രക്ഷ പ്രാപിക്കുന്നു. നമ്മൾ രക്ഷ പ്രാപിക്കുന്ന പ്രയാസനയാ. മനസ്സിലാവുന്നുണ്ടോ? സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്ന നമ്മുടെ കഴിവുകൊണ്ട് ഒന്നുമില്ല. ദൈവം കടത്തിയെങ്കിൽ കടത്തി. പ്രസംഗിക്കുന്ന ഞാനായാലും കേൾക്കുന്ന നിങ്ങളായാലും നീതിമാൻ പ്രയാസന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തൻ്റെയും പാപിയുടെയും ഗതി എന്താകും? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട് അവിടെ. എന്താകും? ആര് പോവും? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വചനം വായിക്കുമ്പോൾ ഭയങ്കര ഭയം ദൈവത്തോട് തോന്നുന്നു. നമ്മൾ സേവിക്കുന്ന ദൈവം ആരാ? നമ്മൾ സേവിക്കുന്ന ദൈവം ആരാന്ന്? ജീവനുള്ള ദൈവമല്ലേ? എബ്രായർ ലേഖനം 10-ാം അധ്യായം 31-ാം വാക്യം വായിച്ചേ. ഹല്ലേലൂയ. ഹീബ്രു ചാപ്റ്റർ 30, എബ്രായർ 10:31, 10:31. ഹീബ്രു 10:31. അപ്പം നമ്മൾ ഇന്ന് സമയമുണ്ട്, നമുക്ക് 4 വരെ ഇന്ന് സമയമുണ്ട്. അതാ എനിക്കറിയാം, ഇന്ന് നമ്മുടെ ഇതുള്ളത് കൊണ്ടാണ് അങ്ങനെ പോയത്. അപ്പം ജീവനുള്ള ദൈവത്തിൻ്റെ കഴി വീഴുന്നത് എത്ര ഭയങ്കര. അപ്പം നമ്മൾ സേവിക്കുന്ന ദൈവം ആരാ? ജീവനുള്ള ദൈവം. ആ ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് എത്ര ഭയങ്കരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, കർത്താവ് ഇങ്ങനെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞു, എൻ്റെ ശരീരം തിന്നാതെയും എൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല. ഇന്നൊരു പകൽ സമയം പ്രിയരെ, നമ്മുടെ ഉള്ളിൽ ജീവൻ ഉണ്ടാകണമെങ്കിൽ കർത്താവിനെ ഭക്ഷിക്കണം, കർത്താവിൻ്റെ രക്തം കുടിക്കണം. അത് യഹൂദന്മാർ ചോദിച്ച പോലെ പറഞ്ഞത്, നീ നിൻ്റെ മാംസവും രക്തം ഞങ്ങൾക്ക് തിന്നാനും കുടിക്കാനും തരുമെന്ന്. അതല്ല കർത്താവ് അവിടെ പറഞ്ഞു. ആത്മീയ വിഷയം പറഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായില്ല. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോൾ ഈ രക്ഷ എൻ്റെ ദൈവത്തിൻ്റെ കണ്ടു. അപ്പോൾ ദൈവത്തിൻ്റെ കൈ എന്തെല്ലാം ചെയ്യുന്നതായിരുന്നു എല്ലാം പറയാൻ സമയം കിട്ടില്ല. ഇനിയും വരും ദിവസങ്ങൾ അതിനെക്കുറിച്ച് പറയാം. എന്നാലും ദൈവത്തിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. ഇവർ ചെന്നിടത്തൊക്കെ എന്തോ സംഭവിച്ചു? അപ്പോസ്തലപ്രവൃത്തി 11:21 തിരിച്ചു വന്നത്. ഹല്ലേലൂയ. എന്ത് ചെയ്തു? ഇവരുടെ കൈയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു, ജനം വിശ്വസിക്കപ്പെട്ടു. ഹല്ലേലൂയ. അനേകരുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതി കാണുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഉറക്കുന്നെങ്കിലും നേരെ ഇരിക്കുക, വേക്കപ്പ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മൾക്ക് ഉണർവ് വ്യാപരിക്കും. ഹല്ലേലൂയ. വചനം പ്രസംഗിക്കും. രണ്ട് സംഭവം നടക്കും. ഒന്നുകിൽ ഉറങ്ങും, ഒന്നുകിൽ ജീവൻ പ്രാപിക്കും. ഹല്ലേലൂയ. ആത്മാവിൽ നമ്മളിത് റിസീവ് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ നിരാശകളും മാറും. ഹല്ലേലൂയ. ഉണർവ് പൊട്ടിപ്പുറപ്പ്. എവിടെ നിന്ന് വരുന്നത്? ഉണർവ് പൊട്ടി നമ്മുടെ ഹൃദയത്തിൽ നിന്നല്ലേ പൊട്ടിപ്പുറപ്പെട്ടത്. അതാ കർത്താവ് പറഞ്ഞത്, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും. അപ്പോൾ യോഹന്നാൻ 7:37 അകത്തുനിന്ന് ഒഴുകണം. ഇത് എന്നിൽ നിന്നൊഴുകണം, നിങ്ങളിൽ നിന്നൊഴുകണം. ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ കൈ നമ്മളോട് കൂടെ വരും. ഹല്ലേലൂയ. പരക്കാളം പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൈ നമ്മളോട് കൂടെ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മളൊന്നും ആകത്തില്ല. ആ ദൈവത്തിൻ്റെ കൈ അനുകൂലമായി. ഒരു വാക്കിയുടെ വായിച്ചു, നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്കിയുടെ വായിച്ചു. നെഹമ്യാ ചാപ്റ്റർ 2:18, 2-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്കിയുടെ വായിച്ചേ. നെഹമ്യാവ് 2:18. അപ്പം എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നു.
മതി, ഞാൻ ഒത്തിരി വായിപ്പിക്കുന്നില്ല. ദൈവത്തിൻ്റെ കൈ, ഒത്തിരി വിഷയങ്ങളുണ്ട് ദൈവത്തിൻ്റെ കൈയെക്കുറിച്ച്. ഈ ദൈവത്തിൻ്റെ കൈ നമ്മുടെ മേലും വരും. ഈ ദൈവത്തിൻ്റെ കൈ മോശയുടെ കൈയുടെ മേൽ വന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഈ കൈ എവിടെ വന്നു? കാരാഗൃഹത്തിൽ കടന്ന ദൂതൻ വന്നിട്ട് ആ കൈ തട്ടി പുറത്തു കൊണ്ടിരുന്നു. സെയിം അതേ ദൂതൻ തന്നെ ആ കൈ കൊണ്ട് തട്ടി പേരാതാവിനെ കൃമിക്കിരയാക്കി. അപ്പോൾ ദൈവത്തിൻ്റെ കൈ പലതും ചെയ്യും. ഇത് രക്ഷിക്കാനുള്ള കൈയും കൂടാണ്, ഇത് ന്യായവിധി നടത്താനുള്ള കൈയും കൂടാണ്. വളരെ ഭയത്തോടെ നമ്മൾ കർത്താവിനെ സ്നേഹിക്കണം. ഹല്ലേലൂയ. ഭയപ്പെടുത്തിയൊന്നും ആരും ദൈവസഭ ഇരിക്കുവാനോ ദൈവം കൊണ്ടുവരുവാനോ അല്ല പറഞ്ഞേ. ദൈവത്തിൻ്റെ സ്നേഹം. പക്ഷേ ആ ദൈവം കരുണയുള്ള ദൈവമാകുമ്പോൾ തന്നെ മറുഭാഗത്ത് ദൈവത്തിൻ്റെ ന്യായവിധിയും കൂടെ ഉണ്ടെന്ന് ഓർത്തോണം. ഹല്ലേലൂയ. ഒരു ഭാഗത്ത് ദൈവം തുറന്നു കൊടുത്ത ചെങ്കടലിൽ കൂടെ ഇസ്രായേൽ മക്കൾ അക്കരെ കടന്നപ്പോൾ അതേ ആ നദി തന്നെ ഫറവോനും പുറകെ വന്നവർക്കും ന്യായവിധിയായെന്ന് ഓർത്തോണം. എവിടെ വഴി തുറന്നു അവരെ അക്കരെ കടത്തിയോ, ആ അക്കരെ കടത്തി ആ വഴിയിൽ കൂടെ തന്നെ പുറകെ വന്നവർക്ക് ന്യായവിധിയും വന്നു. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. നമ്മൾ നമ്മുടെ ദൈവത്തിൻ്റെ മഹാദയ കൊണ്ടിരിക്കുക. യശയാപ്രവചനം 61-ാം അധ്യായത്തിൽ വചനം ഇങ്ങനെ കയറി വരും, നിൽക്കാനും വരുന്നില്ല. യശയാവ് 61-ൽ നമ്മൾ വായിക്കുമ്പോൾ സ്വദ്വർത്തമാനം അറിയിക്കാൻ അറിയിച്ചു, പക്ഷേ യഹോവയുടെ പ്രതികാര ദിവസവും പുറകെ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം ദൈവം തന്നിരിക്കുന്ന പ്രസാദ വർഷമാണ്. എന്നാൽ പ്രതികാര ദിവസം ഒരു ദിവസം വരും. അതിനു മുമ്പേ പെട്ടകത്തിനകത്ത് കടന്ന് കൃപ പ്രാപിച്ച് ഹല്ലേലൂയ കാഹള ശബ്ദം കേൾക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് പോകുവാൻ നമ്മൾ സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുവിരിക്കണം. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് അവൻ ചുറ്റിത്തിരിക്കി നടക്കുക. അതുകൊണ്ട് നിർമ്മതരായിരിക്കണം, ഉണർന്നിരിക്കണം, ആത്മാവിൽ ഉണർന്നിരിക്കണം. എപ്പോഴാണ് തട്ടുകേട് കിട്ടുന്നു ആർക്കും പറയാൻ പറ്റത്തില്ല. വചനം പറയുന്നുണ്ട്, പൗലോസ് തന്നെ പറയുന്നുണ്ട്, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ, നമ്മൾ ഓർക്കുക, നാം കൃപയെ നിൽക്കുക, വീഴാതിരിക്കാൻ നോക്കണം, നമ്മൾ ഞെളിയാതെ ദൈവത്തെ ഭയപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെ നടക്കണം എന്നറിയോ? നാം പകൽ സമയത്ത് എന്ന പോലെ നടക്കണം. ഹല്ലേലൂയ. രണ്ട് ഡബിൾ മൈൻഡ് പേഴ്സണുള്ള കർത്താവ് എടുക്കത്തില്ല. കർത്താവ് പറയുന്നുണ്ട് അങ്ങനെ. ഇരു മനസ്സുള്ളവരെ ആര് എന്ത് ചെയ്യുന്നു? യഹോവ നമുക്കൊറ്റ മനസ്സേ ഉള്ളായിരുന്നു. രണ്ട് മൈൻഡ് വന്നാൽ പോകത്തില്ല. ഒറ്റ മൈൻഡ് സെറ്റ് ചെയ്യണം. 119 സങ്കീർത്തനം 113 വാക്യമായി പറയുന്നത്, ഇരു മനസ്സുള്ളവരെ യഹോവ വെറുക്കുന്നു. ഇരു മനസ്സുള്ളവൻ യാക്കോബ് പറയുന്നത്, അവൻ എന്താണ് പറയുന്നത്? അവൻ കടൽ തിരയ്ക്ക് സമനായ മനുഷ്യനാണ്. ഇരു മനസ്സാണെങ്കിൽ അവൻ ഒന്ന് കാറ്റടിക്കും, വിതയ്ക്കത്തില്ല, അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഏക മനസ്സായിരിക്കണം, ഒരു മനസ്സായിരിക്കണം. കർത്താവിൻ്റെ വേലയിൽ ഏക മനസ്സോടെ നിൽക്കണം. ദൈവം ആത്മാക്കളെ വിടുവിക്കും. അനേകർ കുണ്ടറയിൽ കിടക്കുക, കാരാഗൃഹത്തിൽ കിടക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മളെ വിളിച്ചു, വിശ്വസ്തരന്മാരാക്കി നിർത്തി. കർത്താവിൻ്റെ വചനം ഘോഷിക്കണം. വചനം പരന്നു. ഹല്ലേലൂയ. പുരോഹിതന്മാരിലും ഹല്ലേലൂയ, ഹല്ലേലൂയ വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായിത്തീരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൈ ഇന്ന് പാൽക്കാലം നമ്മളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൈ നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ വായിച്ചു, നെഹമ്യാവ് 2:18 നമ്മൾ വായിച്ചില്ല, ദൈവത്തിൻ്റെ കൈ എനിക്കനുകൂലമായിരിക്കും. ഇന്ന് പാൽക്കാലം ദൈവത്തിൻ്റെ കൈ നമുക്ക് പ്രതികൂലമായിട്ട് വരരുത്, ദൈവത്തിൻ്റെ കൈ നമുക്ക് അനുകൂലമായിട്ട് വരണം. ബിക്കോസ് എന്താണ്? വലിയൊരു ന്യായവിധി വരുന്നു. ഹല്ലേലൂയ. ദൈവം തന്ന സമയം നമ്മൾ എന്ത് ചെയ്യണം? തക്കത്തിന് ഉപയോഗിക്കണം. ഇന്ന് പാൽക്കാലം ദൈവത്തിൻ്റെ കൈ അനേക കാര്യങ്ങളുണ്ട്, വരും ദിവസങ്ങൾ ബാക്കി ഞാൻ പറയാം. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ഒരുമിച്ച് സഹായിക്കട്ടെ. ഈ ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തിലുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചേറിയ ദൈവത്തിൻ്റെ വചനം നമ്മുടെ പ്രാണനെ, സന്ധിവഞ്ചകളെ, ആത്മാവിനെ വരെ തുളച്ചു കയറണം. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സാക്ഷ്യത്തിനും പ്രബോധനത്തിനുമായിട്ടുള്ള സമയമുണ്ട്. സാക്ഷ്യത്തിനും